അങ്ങനെ ക്രിസ്മസിന്റെ ആഘോഷത്തിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ കടക്കാണ്. സ്കൂൾ കാലഘട്ടം മുതൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു സീക്രട്ട് സാന്റ. ഐ എം വെരി മച്ച് എക്സൈറ്റഡ്. അതായത് സീക്രട്ട് സാന്റ എന്ന് പറയുന്നത് നമുക്കൊരു ഒരു ആചാരം പോലെയാണ്. അതായത് നമ്മൾ സീക്രട്ട് ആയിട്ട് എടുക്കുന്നു, എന്നിട്ട് ആ പേര് നമ്മൾ ആരാ നോക്കിയിട്ട് ഒളിപ്പിച്ച് വെച്ച് ചിലപ്പോൾ നമ്മൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനോട് ചിലപ്പോൾ പറയും ആരാന്നുള്ളത്. ഓൾറൈറ്റ്. അപ്പൊ എന്തായാലും ഈ സീക്രട്ട് സാന്റ എന്ന് പറയുന്ന സംഭവം ഇത്രേ ഉള്ളൂ. ഇതിന്റെ അകത്ത് നമ്മുടെ ഓരോരുത്തരുടെയും പേരുകൾ ഉണ്ടാവും. അപ്പൊ ഒരാള് നമ്മുടെ ലോട്ട് എടുക്കും, ആ പേര് ആരുടെയാണോ അത് സീക്രട്ട് ആയിട്ട് വെക്കുക, എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ഡേ നല്ല ഗിഫ്റ്റുമായിട്ട് വരെ അവർക്ക് കൊടുക്കാം. ഇത്രേ ഉള്ളൂ. ഓക്കെ. പക്ഷേ ഈ ഗിഫ്റ്റ് കൊടുക്കുന്നത് നമ്മൾ അടുത്ത എപ്പിസോഡിലാട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് അത്രയും സമയമുണ്ട് ആലോചിച്ച് നിങ്ങൾക്ക് എന്താണോ ഗിഫ്റ്റ് വേണ്ടതെന്നുള്ളത് തീരുമാനിക്കാനുള്ള എല്ലാ ടൈമും ഞാൻ നിങ്ങൾക്ക് തരാണ്. നമുക്ക് തുടങ്ങാം. നമുക്ക് സ്റ്റാറിനെ കൊണ്ട് തന്നെ ആദ്യം എടുപ്പിക്കാം. ഞങ്ങളുടെ ക്രിസ്മസ് സ്റ്റാറിനെ കൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം പേര് എടുപ്പിക്കാണ്. ആരാന്നുള്ള പറയില്ല, സീക്രട്ട്. സോ യു ഹാവ് ടു കീപ് ഇറ്റ് സീക്രട്ട്. അയ്യോ ചേച്ചിക്ക് സീക്രട്ട് കീപ്പ് ചെയ്യാനാണ്. കുഴപ്പമില്ല, എക്സ്പ്രഷൻ ഇട്ടാ മതി. ഇത് നമ്മുടെ ഒന്നുമല്ല, നോക്കല്ലേ എക്സ്പ്രഷനിൽ കൂടെ. Oh my god, I still got the same thing. കാണിക്കല്ലേ, അപ്പൊ എനിക്ക് നോക്കാൻ തോന്നും. ശ്വേത ചേച്ചി പേരിൽ ഭയങ്കര ഹാപ്പിയാണ്, സോ എക്സൈറ്റഡ്. പക്ഷെ ഇത് ആരാണെന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ അറിയാൻ പറ്റുള്ളൂ. ആദ്യമായിട്ട് സീക്രട്ട് സാന്റ ഗെയിമിൽ പങ്കെടുക്കുന്ന അഖിൽ. പേര് വിളിച്ച് കൂവരുത്, എടുക്ക. ഇല്ലില്ല. അയ്യോ കണ്ണ് കാണാൻ പാടില്ല. എരിവുള്ള ആരോ ആണോ? എരിവുള്ള ബന്ധമുണ്ട്. ഓക്കെ, അപ്പൊ എനിക്ക് മനസ്സിലായി ആരാന്ന്. ശരി. അയ്യോ ഞങ്ങളുടെ മാലാക കുഞ്ഞ്. എല്ലാ കോമഡി മാസ്റ്റേഴ്സിൽ എന്റെ ആദ്യത്തെ ക്രിസ്മസ്. അതെ ഞങ്ങളുടെ മാലാകയാ. പിന്നെ വായിക്കാനൊന്നും കിട്ടി കാണും. അല്ല എന്റെ കണ്ടാലും അറിയാലോ. അല്ലെ ഫുള്ള് കണ്ടു. ആണോ? കണ്ടു. ഇത്രയ്ക്ക് നിങ്ങക്ക് ഭയങ്കരമായിട്ട് അറിയാവുന്ന ഫുള്ളൊന്നും കാണാൻ പറ്റും. ആലിസിന് ഈ വ്യക്തിനെ ഭയങ്കരമായിട്ട് അറിയാം, അല്ലെങ്കിൽ എന്ത് ഗിഫ്റ്റാന്നുള്ളത് കണ്ടപ്പോ തന്നെ മനസ്സിൽ ഉറപ്പിച്ചു. അതെ ഞാൻ ഉറപ്പിച്ച് ഞാൻ ആഗ്രഹിച്ചിരുന്നു എനിക്ക് അത് തന്നെ കിട്ടണം. എനിക്ക് അത് കിട്ടി. അതാണ് എനിക്ക് സന്തോഷം. ആണോ? അതാണ് അങ്ങനെ ഒരാള്. അപ്പൊ ഇതിലെ പേരുകൾ എന്തൊക്കെയാണോ? ദൈവമേ, അത് രാഹുലാണോ? ഒരാഴ്ച കൊണ്ടൊന്നും മനഃപൂർവ്വം ദൈവം തരുന്നയാന്ന് തോന്നുന്നു. അങ്ങോട്ടൊക്കെ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. അപ്പൊ അത് ഞാനാണോ എന്നത്? ശരി, ഇനി ഞാൻ അല്ല രാഹുൽ പിടിക്കട്ടെ. രാഹുൽ അല്ല നമ്മുടെ രാഹുൽ. അതിനല്ലേ അവനെ കൊണ്ടുവന്ന്. ഇതിൽ 2 എണ്ണം ഉണ്ട്. ഇതിൽ 1 എണ്ണം ഞാൻ എടുക്കും. ഇനി എടുക്കാൻ പോകുന്ന പറയുന്നത് നമ്മുടെ ഈ ഷോയിന്റെ ക്യാപ്റ്റൻ ആര്? അനുചേട്ടൻ. എന്ത് പറയുന്നു? അനുചേട്ടൻ. ഓക്കെ, അപ്പൊ 1 എണ്ണം ഞാൻ എന്താ എടുക്കട്ടെ. ഇൻട്രസ്റ്റിംഗ്. ഞാൻ വേണമെന്ന് വിചാരിച്ചത് ആരാണോ അതല്ല എനിക്ക്. ഇൻട്രസ്റ്റിംഗ്. അപ്പൊ അനുജ് വന്ന് എടുക്കണ്ടേ? യെസ്. ഇനി വരുന്നെന്ന് പറയുന്നത് ഞങ്ങളുടെ ഷോ ഡയറക്ടർ അനുചേട്ടനാണ്. സോ അനുചേട്ടാ, സത്യം പറഞ്ഞാൽ ഞങ്ങൾ സ്റ്റൈലൊക്കെ കണ്ടുപിടിക്കുന്ന അനുചേട്ടൻ്റെ നിന്നാണ്. എന്താണ് എക്സ്പ്രഷൻ? ആരെ കിട്ടിയാലും ഒരുപോലെ ആയതുകൊണ്ട് സന്തോഷം. എല്ലാവരും ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ട് പിന്നെ സങ്കടം ശരിക്കും പറഞ്ഞ സങ്കടമുണ്ട്. പക്ഷേ അല്ലേ ക്രിസ്മസ്. അതായത് ചില ആൾക്കാർക്ക് നമുക്ക് കറക്റ്റ് അറിയായിരിക്കും ഇന്നത് ആപ്റ്റ് ആയിരിക്കും കൊടുക്കാൻ പറ്റും എന്നുള്ളത്. പക്ഷെ ചില നമ്മൾ മൾട്ടിപ്പിൾ കാര്യങ്ങളായിരിക്കും. അതാണ് ഒരു ട്വിസ്റ്റ്. ശരി, അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ പേരുകൾ ദാ കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ആരാണെന്നുള്ളത് അതെ ആർക്കാണ് കിട്ടാൻ പോകുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ആർക്കും ഒരു ഐഡിയ ഇല്ല. പക്ഷെ ഞങ്ങൾക്ക് അറിയാം. അത് നമ്മൾ അറിയാൻ പോകുന്നത് അടുത്ത എപ്പിസോഡായിരിക്കും. അപ്പൊ പ്രൊഡ്യൂസറിന്റെ സ്ഥാനത്ത് നിന്ന്, പ്രൊഡ്യൂസറെ സാധാരണ ഇന്നിയറിലാണ് എൻ്റെ അടുത്ത് വൈൻഡപ്പ് എന്ന് പറയുന്നത്, ഇവിടെ നിന്ന് തന്നെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഗൈസ്, നമ്മുടെ കയ്യിൽ ഓരോ ചിറ്റ്സ് കിട്ടിയിരിക്കുകയാണ്. ഇതിൽ ഓരോ പേരുകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അതാർക്കാർക്കൊക്കെയാണ് ഗിഫ്റ്റ് കിട്ടുക എന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡേ കാണാൻ പറ്റുള്ളൂ. ബിഫോർ ദാറ്റ്, അളിയാ രാഹുലേ, ഒഫീഷ്യലായിട്ടൊരു നന്ദി പറയൽ എനിക്ക് പറ്റത്തില്ല. പക്ഷെ ഈ ക്രിസ്മസ് കളറാക്കാൻ തുടക്കം കുറിച്ച രാഹുൽ ഒരുപാട് നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. എനിക്കൊന്ന് രാഹുലും ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ടാവും. കാരണം ക്രിസ്മസിന് രാഹുൽ നമുക്കൊരു ബ്ലെസ്സിംഗ് ആയിട്ടാണ് വന്നത്. വാട്ട് യു ഫീൽ? അതെ, തീർച്ചയായിട്ടും. അതെ അല്ല, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്റെ ക്രിസ്മസ് ഇവിടെ ആകാൻ പറ്റിയതും
മൊത്തത്തിൽ ഈ പറഞ്ഞ പോലെ എൻ്റെ അവാർഡിൻ്റെ കാര്യങ്ങളും എല്ലാം കൊണ്ടും നല്ലൊരു ഇയർ എൻഡിങ് ആയിട്ട് മാറിയിരിക്കുകയാണ്. പിന്നെ നിങ്ങളെല്ലാവരെയും എന്നും കാണുന്നതാണ്, പക്ഷേ വീണ്ടും ഈ സ്റ്റേജിൽ നിന്ന് കാണാൻ പറ്റുമ്പോൾ ഒരുപാട് സന്തോഷം. വീണ്ടും അമൃത ടിവിക്കും അനുചേട്ടനും നിങ്ങൾക്ക് എല്ലാവർക്കും, എൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ കാണുന്നവർക്കും ഈ കോമഡി മാസ്റ്റേഴ്സിൻ്റെ പ്രേക്ഷകർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ, ക്രിസ്മസ് ആശംസകൾ. എന്നാ പിന്നെ അങ്ങനെ ആകട്ടെ. ആയിക്കോട്ടെ. അതെ. സോ 2025 എന്ന് പറയുന്ന ഇയർ രാഹുലിന് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിരുന്നു എന്ന് രാഹുൽ തന്നെ മെൻഷൻ ചെയ്തു. ഇനി അങ്ങോട്ടേക്ക് വരുന്ന വർഷങ്ങളും ഇതുപോലെ തന്നെ ഓരോ തവണയും ഓരോ വർഷങ്ങൾ അടിപൊളിയാവട്ടെ, വീഡിയോസ് അടിപൊളിയാവട്ടെ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഒപ്പം തന്നെ ഇഷ്ടംപോലെ രാജ്യങ്ങൾ ഇനിയും കറങ്ങാൻ സാധിക്കും. താങ്ക് യു സോ മച്ച് അലീന. എന്താ കൂടെ എവിടെയും കൊണ്ടുപോകാൻ പറ്റട്ടെ. ചിന്നുവാണ് ഐശ്വര്യാണോ? എനിക്ക് വേറെ ആളെ അയക്കാൻ കൂടെ മൈക്കുണ്ട്. അയ്യോ എനിക്ക് മൈക്കണ്ടോ. ഞാന് ഒഫീഷ്യലായിട്ട് കല്യാണം വിളിക്കുവാണോ? കല്യാണമൊക്കെ കഴിഞ്ഞിരിക്കും. അമൃത TV എൻ്റെ കരിയറിൽ എനിക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്ന ഒരാളാണ്. അപ്പം ആദ്യമായിട്ട് ഇതേപോലെ എൻ്റെ ഹസ്ബൻഡിനും പുതിയൊരു ട്രൈ ചെയ്തപ്പം അതിലേക്ക് അവാർഡ് കൊടുത്തതിൽ ഭയങ്കര വലിയ സന്തോഷം. ആൻഡ് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഈ ഒരു സപ്പോർട്ട് തുടർന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ മുഖം. ആദ്യമായിട്ടാണ് എൻ്റെ ക്രിസ്മസ്, എൻ്റെ ഫാമിലി ക്രിസ്മസ് പോലെയാണ്, സെലിബ്രേഷൻ പോലെയാണ് എനിക്ക് തോന്നിയത്. ആൻഡ് താങ്ക് യു സോ മച്ച്. ആൻഡ് ഒഫീഷ്യലി താങ്ക് യു സോ മച്ച്. എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ കരിയറിൽ. അതെ, എല്ലാവർക്കും രാഹുലിനെ ഞാൻ സപ്പോർട്ട് ചെയ്തേ അറിയുള്ളൂ, എന്നെ സപ്പോർട്ട് ചെയ്ത ആരും അറിയത്തില്ല. അപ്പം അതിനും ഒരുപാട് ഇത് നിനക്ക് ദയവായിട്ട് തന്നതായിരിക്കും എന്നെയും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഒരു ഉമ്മയ്ക്ക് കൊടുക്കണ കെട്ടിപ്പിടിച്ച്. ഉമ്മ കൊടുക്കും മക്കളെ, എവിടൊക്കെയോ കൊടുക്കും. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഞങ്ങളുടെ സീക്രട്ട് സാന്റാ ആരാണ് എന്താണെന്നുള്ളത് അടുത്ത എപ്പിസോഡെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും രാവിലെ ആളിയാ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പൊ അങ്ങനെ ആവട്ടെ, അങ്ങനെ തന്നെ ആവട്ടെ. അങ്ങനെ തന്നെ ആവട്ടെ. അപ്പൊ ഗൈസ് അടുത്ത എപ്പിസോഡ് കാണാൻ മതിയായിരിക്കും. ബൈ ബൈ.